KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ പ്രഥമ ബിരുദദാന സമ്മേളനം നാളെ കോട്ടക്കലിൽ. ആഷിഖുർ റസൂൽ ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദ് ഉറൂസ് മുബാറക്ക് പന്തൽ കാൽനാട്ടൽ കർമ്മം നാളെ. തദ്ദേശ തിരഞ്ഞെടുപ്പ് ചേളാരി സ്ഥാനാർത്ഥികൾ ഒന്നടങ്കം പരാജയപ്പെട്ടതോടെ വ്യാജവാർത്തകളുടെ കൂമ്പാരവുമായി ചേളാരി പത്രം. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ SYS SSFിൽ കൂട്ടരാജിയെന്ന് വ്യാജവാർത്ത ചമച്ച് ഉമ്മിണിയിലെ രാഷ്ട്രീയ പാർട്ടി. ബാർ കോഴ ആരോപണത്തിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് KM മാണി. ആരോപണ വിധേയനായ മന്ത്രി K ബാബുവിനെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് VS അച്യുതാനന്ദൻ. പ്രധാനമന്ത്രി ബ്രിട്ടനിലേക്ക്, മോദിക്കെതിരെ ബ്രിട്ടനിൽ ഇന്ത്യൻ വംശജരുടെ പ്രതിഷേധം. ഭരണസ്തംഭനം കണ്ണൂർ വിമാനത്താവള നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചേക്കും. ബാർക്കോഴ വിവാദം വിമാനത്താവള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി K ബാബുവിലേക്കും. വാർത്തകൾ വിശദമായി. ബാർക്കോഴ ആരോപണത്തിനു പിന്നിൽ ഗൂഢാലോചനയെന്ന് KM മാണി. ഇതിനു പിന്നിൽ ആരാണെന്നറിയാം, പറയാൻ തയ്യാറല്ല. തന്റെ രക്തത്തിനായി പലരും ദാഹിച്ചു, വേട്ടയാടി. ഇതിൽ ആരോടും പരിഭവമില്ല. കോടതി വിധിയിൽ വൻ കുറ്റാരോപണങ്ങളില്ല. ഹൈക്കോടതി പരാമർശങ്ങളുടെ പേരിൽ രാജിവെക്കേണ്ടതില്ല. നിയമ ധാർമ്മിക പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സുതാര്യവും സംശുദ്ധവുമായ 50 വർഷത്തെ രാഷ്ട്രീയ ജീവിതമാണ് തന്റെ കൈമുതലെന്ന് KM മാണി. അതിൽ അഭിമാനം കൊള്ളുന്നു. 23 വർഷം മന്ത്രിയായിരുന്നു. പലരും വേട്ടയാടിയിട്ടുണ്ട്. ചിലർ തന്റെ രക്തത്തിനായി ദാഹിച്ചു. രാഷ്ട്രീയത്തിൽ ഇതെല്ലാം സ്വാഭാവികമാണ്. ഇതിൽ ആരോടും പ്രതിഷേധമോ പരിഭവമോ ഇല്ലെന്ന് മാണി പറഞ്ഞു. രാജി പ്രഖ്യാപിച്ചതിനുശേഷം ആദ്യമായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മാണി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പാർട്ടിയുടെ അനുമതിയോടുകൂടിയാണ് രാജിവെച്ചത്. കോടതി താൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞിട്ടില്ല. ചില പരാമർശങ്ങൾ മാത്രമാണ് നടത്തിയത്. കോടതി പരാമർശത്തിന്റെ നിയമപരമായും ധാർമ്മികമായും രാജിവെക്കേണ്ടതില്ല. നിയമവ്യവസ്ഥയോടുള്ള ആദരവിന്റെ അടിസ്ഥാനത്തിൽ നിയമമന്ത്രി പുലർത്തേണ്ട മാതൃകയുടെ അടിസ്ഥാനത്തിലാണ് രാജിവെച്ചത്. അതിൽ സന്തോഷമേ ഉള്ളൂവെന്നും മാണി പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDFന് ആഗ്രഹിച്ച വിജയം നേടാൻ കഴിയാത്തതിന്റെ പാപഭാരം പോലും എന്റെയും കേരള കോൺഗ്രസിന്റെയും പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. കേരള കോൺഗ്രസിന് രാഷ്ട്രീയ അടിത്തറയുള്ള സ്ഥലങ്ങളിലെല്ലാം വൻ വിജയമായിരുന്നു. ഇതാർക്കു വേണമെങ്കിലും പരിശോധിക്കാമെന്നും മാണി പറഞ്ഞു. നീതി ലഭിക്കേണ്ട കേന്ദ്രങ്ങളിൽ നിന്നും തനിക്ക് നീതി ലഭിച്ചിട്ടില്ല. UDFിൽ നിന്നും ഇതിൽ കൂടുതൽ പിന്തുണ ആഗ്രഹിച്ചിരുന്നു. ബാർക്കോഴ കേസിൽ FIR രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. PJ ജോസഫ് രാജിവെക്കണമെന്ന് ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നും എന്നോടൊപ്പം എന്റെ പാർട്ടിയിലുള്ള മറ്റാരും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മാണി വ്യക്തമാക്കി. ബാർ കോഴ കേസിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായെന്നും കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും ബാർ ഹോട്ടലുടമ ബിജു രമേശ്. മന്ത്രി K ബാബുവിന് 50 ലക്ഷം നൽകിയെന്ന തന്റെ മൊഴിയിൽ അന്വേഷണം നടക്കാത്തത് വിൻസെന്റ് എം പോളിന്റെ ഇടപെടൽ മൂലമാണ്. മാനനഷ്ടക്കേസ് ഒത്തുതീർക്കാൻ ബിജു രമേശ് സമീപിച്ചുവെന്ന K ബാബുവിന്റെ ആരോപണത്തിനു പിന്നാലെയാണ് ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ. ുമായിട്ട് ബന്ധപ്പെട്ടതിൽ 10 കോടി രൂപ ആവശ്യപ്പെട്ടതിൽ 50 ലക്ഷം രൂപ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അല്ലാതെ ഉള്ള 9.5 കോടി രൂപ കൊണ്ടുപോയി കൊടുത്തത് കൃഷ്ണദാസ് വഴിയാണ്. ബാർക്കോഴ കേസിൽ മന്ത്രി K ബാബുവിനെതിരെ അന്വേഷണം നടന്നിട്ടില്ല. രാഷ്ട്രീയ ഇടപെടലുണ്ടായ കേസിൽ ബാബുവിനെതിരെ അന്വേഷണം വേണ്ടെന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന വിൻസെന്റ് എം പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനോട് നിർദ്ദേശിച്ചു. കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്നും ബിജു രമേശ് പറഞ്ഞു. മാനനഷ്ടക്കേസ് ഒത്തുതീർക്കാൻ ബിജു രമേശ് ദൂതനെ അയച്ചെന്നായിരുന്നു KM മാണിയെ കണ്ട ശേഷം മന്ത്രി K ബാബു വെളിപ്പെടുത്തിയത്. ഞാനും നിയമപോരാട്ടം നടത്തിക്കൊണ്ടിരിക്കണേ. എന്റെ റിഫർമേഷൻ കേസുണ്ട്. എന്റെ പല ദൂതന്മാരും വന്നിരുന്നു. വിവരിച്ചു കൊടുക്കുന്നു. തുടരന്വേഷണത്തിന് ഉത്തരവിട്ട കോടതി നടപടിയെ ബലപ്പെടുത്തുന്ന തെളിവുകൾ പുറത്തുവരുമെന്നാണ് ബിജു രമേശ് സൂചന നൽകുന്നത്. അതേസമയം ബാബുവിനെതിരെ എന്ത് തെളിവാണുള്ളതെന്നും ഒരു കൊല്ലമായി ബിജു രമേശ് ഇത് പറയുന്നുണ്ടെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അഴിമതി ആക്ഷേപങ്ങൾ പറഞ്ഞ്
ഗവൺമെന്റിന്റെ ആത്മവിശ്വാസം ഇല്ലാതെയാക്കാനും നിർവീര്യമാക്കാനും നോക്കിയാൽ അതിന് കീഴടങ്ങുന്ന പ്രശ്നമേയില്ല. ബാർക്കോഴയിൽ ആരോപണ വിധേയനായ മന്ത്രി കെ ബാബുവിനെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് VS അച്യുതാനന്ദൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് അദ്ദേഹം വിജിലൻസ് ഡയറക്ടർക്ക് കത്തു നൽകി. അതേസമയം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ നിർവീര്യമാക്കാൻ നോക്കേണ്ടെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ബാർക്കോഴ കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ ശരിയായ അന്വേഷണം നടന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നായിരുന്നു VSന്റെ മുന്നറിയിപ്പ്. ബാർക്കോഴ ശരിയായി അന്വേഷിച്ചാൽ ഉമ്മൻചാണ്ടിയും കുടുങ്ങുമെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ രേഖകൾ തെളിവുകളോടുകൂടി എന്റെ കൈവശം വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞെങ്കിലും ആ പറച്ചിൽ മാത്രമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് കോടതിയെ ആശ്രയിക്കേണ്ടതായിട്ട് വരും, അത് തെളിയിക്കുന്നതിന് വേണ്ടി. അപ്പൊ നമസ്കാരം. മന്ത്രി കെ ബാബു അടക്കം ആരോപണ വിധേയർ മുഴുവൻ അന്വേഷണ പരിധിയിൽ വരണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അഴിമതിക്കാരെ ശിക്ഷിക്കുന്നതുവരെ LDF പോരാട്ടം തുടരുമെന്നും കോടിയേരി വ്യക്തമാക്കി. കണ്ണൂർ വിമാനത്താവളം ഭരണസ്തംഭനം നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചേക്കും. ബാർക്കോഴ വിവാദം വിമാനത്താവള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കെ ബാബുവിലേക്കും. വിശദമായ റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ വിമാനത്താവളത്തിൽ ആദ്യ വിമാനം ഇറങ്ങാൻ ഇനി 50 ദിവസം മാത്രം ബാക്കി നിൽക്കെ ബാർക്കോഴ വിവാദത്തിൽ കലങ്ങിമറിഞ്ഞിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഭരണസ്തംഭനം കണ്ണൂർ വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തെയും ബാധിച്ചേക്കും. ഡിസംബർ 31 പരീക്ഷണാടിസ്ഥാനത്തിൽ വിമാനമിറക്കി മെയ് മാസത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് നടത്താനുള്ള വേഗത്തിലാണ് പദ്ധതി പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. എന്നാൽ ബാർക്കോഴ വിവാദം വരും ദിവസങ്ങളിൽ എക്സൈസ് വകുപ്പ്, വിമാനത്താവള വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി കെ ബാബുവിലേക്കും എത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അടുത്ത ഏപ്രിൽ 1 മേഖലാ വ്യോമഗതാഗത പദ്ധതി പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ്. ഇന്ത്യയിലെ ചെറുനഗരങ്ങളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന 401 വിമാനത്താവളങ്ങൾ വികസിപ്പിച്ച് ആകാശയാത്ര സാർവത്രികമാക്കാനുള്ള കർമ്മ പദ്ധതിയുമായാണ് കേന്ദ്ര സർക്കാർ വ്യോമയാന നയം നടപ്പാക്കുന്നത്. ഈ വേളയിൽ തന്നെയാണ് കണ്ണൂർ വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന വിധത്തിൽ കേരള രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞിരിക്കുന്നത്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രിട്ടൻ സന്ദർശനം നാളെ ആരംഭിക്കും. അതിനിടെ ബ്രിട്ടനിൽ ഇന്ത്യൻ വംശജർ മോദിക്കെതിരെ പ്രതിഷേധം ആരംഭിച്ചു. ഇന്ത്യയിൽ വളർന്നുവരുന്ന അസഹിഷ്ണുതയിലും കേന്ദ്ര സർക്കാരിന്റെ വർഗീയ നയങ്ങളിലുമാണ് ഇന്ത്യൻ വംശജരുടെ പ്രതിഷേധം. മോദിയെ ഹിറ്റ്ലറോട് ഉപമിച്ചാണ് പ്രതിഷേധം. കഴിഞ്ഞ ദിവസം നൂറുകണക്കിന് ബ്രിട്ടീഷ് ഇന്ത്യക്കാർ തെരുവിലിറങ്ങിയിരുന്നു. ഇതിനു പുറമെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ചുവരുകളിൽ മോദിക്ക് സ്വാഗതമില്ല എന്ന സന്ദേശം പ്രൊജക്ടറുകളുടെ സഹായത്തോടെ ചിത്രീകരിച്ചിരുന്നു. മോദിയുടെ ചിത്രത്തിനൊപ്പം നാസി പ്രതീക ചിഹ്നവും മുദ്രാവാക്യത്തിനൊപ്പം ചിത്രീകരിച്ചിരുന്നു. ബ്രിട്ടൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ പ്രതിഷേധം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റിനെ മോദി അഭിസംബോധനം ചെയ്യുന്ന സമയത്ത് പാർലമെന്റ് സ്ക്വയറിൽ പ്രതിഷേധിക്കാനും പദ്ധതിയുണ്ട്. ബ്രിട്ടീഷ് മാധ്യമങ്ങളും മോദിയുടെ സന്ദർശനത്തോട് പ്രതികൂലമായാണ് പ്രതികരിച്ചത്. ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേറ്റതായും ഇത് ബ്രിട്ടൻ സന്ദർശനത്തിന്റെ നിറം കുറയ്ക്കുമെന്നും ദി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇൻഡിപെൻഡന്റ് പത്രവും സമാനമായ രീതിയിലാണ് മോദിയുടെ സന്ദർശനത്തെ വിലയിരുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യയിലെ പ്രതിച്ഛായക്ക് മങ്ങലേറ്റെന്ന് ഡെയിലി ടെലിഗ്രാഫും റിപ്പോർട്ട് ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ മോദിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സന്ദർശനത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണിനെയും രാജ്ഞിയെയും മോദി കാണും. 3 ദിവസം നീണ്ടുനിൽക്കുന്ന സന്ദർശനത്തിനിടെ മോദി വെംബ്ലി സ്റ്റേഡിയത്തിലെ സ്വീകരണ പരിപാടിയിൽ സംബന്ധിക്കും. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. I think for the nation,
we of the tradition, struggling for salvation, we are against vice, fighting for the nation, we of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാതി അഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടി മുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമറിൻ ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ പ്രഥമ ബിരുദദാന സമ്മേളനം നാളെ കോട്ടക്കൽ PM ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 വൈലത്തൂർ യൂസുഫ് കോയത്തങ്ങൾ പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിക്കും. കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സി മുഹമ്മദ് ഫൈസി, മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, ഫാറൂഖ് നൈമി കൊല്ലം വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 2 ജാമിയത്തുൽ ഹിന്ദ് വിഭാവനം ചെയ്യുന്ന സർവകലാശാല എന്ന ചർച്ചയ്ക്ക് ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നേതൃത്വം നൽകും. കോടമ്പുഴ ബാബ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. 4 ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. ബിരുദദാന ചടങ്ങിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകും. സയ്യിദ് അലി ബാഫഖത്തങ്ങൾ പ്രാർത്ഥന നിർവഹിക്കും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യും. ആലിക്കുഞ്ഞു മുസ്ലിയാർ ഷിറിയ, AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവർ പ്രസംഗിക്കും. ഡിസംബർ 6 മുതൽ 13 വരെ ഗൗസിയ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ആശിഖുർ റസൂൽ ഷേഖുന കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസ് മുബാറക്കിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മ പരിപാടികൾക്ക് നാളെ വൈകുന്നേരം 4 സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ ഉസ്താദിന്റെ ബുഖാരി ദർസോടെ തുടക്കമാകും. വൈകുന്നേരം 5 സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ കാൽനാട്ടൽ കർമ്മം നിർവഹിക്കും. അലി ബാഖവി ആറ്റുപുറം, സൈദലവി മാസ്റ്റർ ചെങ്ങര, അബ്ദുറസാഖ് സഖാഫി വെള്ളിയാമ്പുറം, സ്വാദിഖ് മാസ്റ്റർ വെളിമുക്ക്, VT ഹമീദ് ഹാജി, ബാവ ഹാജി, ലത്തീഫ് ഹാജി തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. തുടർന്ന് രാത്രി 8:30 നടക്കുന്ന ബുർദ മജ്ലിസിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ മെമ്പർ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പ്രഭാഷണം നടത്തും. അബ്ദുൽ ഖാദിർ ഹാജി കിണാശ്ശേരിയുടെ നേതൃത്വത്തിൽ പ്രമുഖ ബുർദ സംഘങ്ങൾ അണിനിരക്കും. സമാപന പ്രാർത്ഥന സയ്യിദ് ഷാഹുൽ ഹമീദ് ജിഫ്രി കൊടിഞ്ഞി നിർവഹിക്കും. അടുത്ത മാസം നടക്കുന്ന ഉറൂസ് മുബാറക്കിന് വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി ദിക്ർ, ദുആ, മൗലിദ് മജ്ലിസുകൾ, മതപ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, തിരുനബി സ്നേഹ കാവ്യ സദസ്സുകൾ, അന്നദാനം തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കും. വിവിധ മജ്ലിസുകൾക്ക് പ്രമുഖ സാദാത്യങ്ങൾ, പണ്ഡിതർ, ഉമറാക്കൾ, സംഘടനാ നേതാക്കൾ നേതൃത്വം നൽകും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചേളാരി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥികൾ ഒന്നടങ്കം പരാജയപ്പെട്ടതോടെ വ്യാജവാർത്തകളുടെ കൂമ്പാരവുമായി ചേളാരി പത്രം. തോറ്റ സ്ഥാനാർത്ഥി ലീഗാവട്ടെ CPM ആവട്ടെ ഏതാവട്ടെ അവരെ കാന്തപുരം നോമിനിയാക്കി വാർത്ത ഇറക്കുകയാണ് ചേളാരി പത്രം. കിഴക്കോത്ത് കാന്തപുരം നോമിനികൾക്ക് പരാജയം എന്നതാണ് ഇന്നത്തെ പുതിയ വാർത്ത. എന്നാൽ കിഴക്കോത്തെ വാർത്തയുടെ നിജസ്ഥിതി എന്താണെന്ന് കേൾക്കാം. കോഴിക്കോട് ജില്ലയിലെ കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിലേക്ക് UDF മത്സരിപ്പിച്ച കാന്തപുരം പ്രതിനിധികളായ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടെന്ന ചേളാരി പത്രത്തിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് UDF ചെയർമാൻ കൊത്തൽക്കണ്ടി അബ്ദുറഹ്മാൻ ഹാജി, കൺവീനർ TM രാധാകൃഷ്ണൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി MA ഗഫൂർ മാസ്റ്റർ എന്നിവർ അറിയിച്ചു. 1-ാം വാർഡിൽ നിന്നും മത്സരിച്ച MP ഹുസൈൻ മാസ്റ്റർ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റും കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗവുമാണ്. 7-ാം വാർഡിൽ നിന്നും മത്സരിച്ച KK ആലി മാസ്റ്റർ നിയുക്ത DCC അംഗവും നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ്. 18-ാം വാർഡിൽ മത്സരിച്ച ഗഫൂർ മൂത്തടുത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റാണ്. വസ്തുതകൾ ഇതായിരിക്കെ തെറ്റിദ്ധാരണ പരത്താൻ മാത്രമാണ് ചേളാരി പത്രം വ്യാജവാർത്ത നൽകിയതെന്നും UDF ഭാരവാഹികൾ പറഞ്ഞു. പാർട്ടിയിൽ ഉന്നത സ്ഥാനത്തുള്ളവരെ കാന്തപുരം വിഭാഗത്തിന്റെ നോമിനികളാക്കി ചിത്രീകരിച്ച് നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ചേളാരി വിഭാഗത്തിന്റെ ശ്രമത്തിനെതിരെ മുസ്ലിം ലീഗിലും കോൺഗ്രസിലും അമർഷം ശക്തമാണ്. തെറ്റായ വാർത്ത നൽകി UDFൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച ചേളാരി വിഭാഗത്തിന്റെ പ്രാദേശിക നേതാക്കളെ മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. റഫീഖ് നരിക്കുനി, KMAC ന്യൂസ്, കോഴിക്കോട്.
കാന്തപുരം വിഭാഗത്തിൽ നിന്ന് പാലക്കാട് ഉമ്മിനി റെയിൽവേ കോളനി യൂണിറ്റിൽ നിന്ന് 50ഓളം SSF പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും രാജിവെച്ചുവെന്ന വാർത്ത അടവ് നയം പാളിപ്പോയ കുത്സിത ചിന്തക്കാരിൽ നിന്ന് ഉദ്ഭവിച്ച കുപ്രചാരണം മാത്രമാണെന്നും വാർത്തയിൽ ആരും വഞ്ചിതരാകരുതെന്നും SYS SSF നേതാക്കൾ അറിയിച്ചു. തിരഞ്ഞെടുപ്പിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെട്ടതോടെ അതിന്റെ പക തീർക്കാൻ പുത്തനാശയക്കാരെ കൂട്ടുപിടിച്ച് ചിലർ നടത്തിയ നാടകമാണ് ഉമ്മിണിയിൽ അരങ്ങേറിയത്. പുതുപ്പരിയാരം സെക്ടർ ഉപാധ്യക്ഷനും ഉമ്മിണി യൂണിറ്റ് മുൻ പ്രസിഡന്റുമായിരുന്ന അഷ്റഫ് ഉമ്മിണിയിലെ സംഭവം വിശദീകരിക്കുന്നു. അതിന്റെ ലിസ്റ്റിൽ പറഞ്ഞാല് 7-ാം തീയതി റിസൾട്ട് ഉണ്ടെന്നത് വരെ ഇവിടെ ഒരു പ്രശ്നമില്ല. 7-ാം തീയതി വരെ 7-ാം തീയതി രാവിലെ റിസൾട്ട് വന്നതോടുകൂടി ഫേസ്ബുക്കിൽ പ്രചാരണം തുടങ്ങി. അതിൽ എന്താണ് പ്രചാരണം ചോദിച്ചാൽ ഉമ്മിണി യൂണിറ്റിലുള്ള ആളുകളെ SSFന്റെയും SYSന്റെയും യൂണിറ്റുകളിലുള്ള പ്രവർത്തകരെ തെറി വിളിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വന്നു. 4 മണിയോടുകൂടി SSFന്റെ സാധാരണ പള്ളിയുടെ മുൻവശത്തുള്ള ബുള്ളറ്റിൻ ബോർഡും അതോടൊപ്പമുള്ള മറ്റൊരു ബോർഡും ഉണ്ട്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. അപ്പൊ ആ 2 ബോർഡിന്റെ മുന്നിലായിട്ട് അവരൊരു ബോർഡ് കൊണ്ടുവച്ചു. എന്താണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇവിടെ ഇലക്ഷനിൽ മത്സരിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. ഒരു രാഷ്ട്രീയ പാർട്ടി. ആ പാർട്ടിയിൽ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് ഉമ്മിനി യൂണിറ്റിലെ SYSന്റെയും SSFന്റെയും പ്രവർത്തകർ വഴങ്ങിയിട്ടില്ല എന്ന ആരോപണം വെച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യം ഈ ഉമ്മിനി യൂണിറ്റിന് രാഷ്ട്രീയത്തിൽ സ്വാർത്ഥ താല്പര്യം കാണിച്ചു എന്നൊരു ബോർഡ് വെച്ചുകൊണ്ട് കുറെ പേർക്ക് ഞങ്ങളിൽ ചിലർ രാജിവെക്കുന്നു എന്നൊരു ബോർഡും വെച്ച് ഒരു കൊടിയും ഉയർത്തി അതിന്റെ മുന്നിൽ ഒരു 18ഓളം വരുന്ന ആളുകൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പിന്നെ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്യുന്നത് കാന്തപുരം വിഭാഗത്തിൽ നിന്ന് ഒന്നായി കൂടൊഴിയുന്നു എന്ന് വെച്ചിട്ടാണ്. 50ഓളം, പേപ്പറിൽ 50ഓളം ഉണ്ട്. അങ്ങനെ പലതിലും പല എണ്ണസംഖ്യക്കും വ്യത്യാസം വരുന്നുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ആ ബോർഡ് അവിടെ വന്നു എന്നുള്ളതും സത്യമാണ്, അതിന്റെ മുന്നിൽ പോസ്റ്റ് ചെയ്തതും സത്യമാണ്, അതെല്ലാം സത്യം. പക്ഷെ കാന്തപുരം വിഭാഗത്തിൽ നിന്നോ അല്ലെങ്കിൽ SSF, SYS ഈ 2 സംഘടനകളിൽ നിന്നോ അതിലേക്ക് ആരും തന്നെ പോയിട്ടില്ല. അതിൽ നിൽക്കുന്ന ഒരുപാട് പേരും പുത്തനാശയക്കാരും അതുപോലെ ഈ മുമ്പ് വരെ ഇലക്ഷന്റെ മുമ്പ് വരെ ആ രാഷ്ട്രീയ പാർട്ടി മാത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളുമാണ് അതിലുള്ളത്. ഇലക്ഷൻ വരെയും സംഘടനയെ നിരന്തരം വന്നുകൊണ്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടേ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. റിസൾട്ട് വന്നതോടുകൂടി ഒറ്റ മറിഞ്ഞുകൊണ്ട് അങ്ങനെ സംഘടന നേരിട്ട് വന്നിരിക്കുന്നത്. അവര് റിസൾട്ട് വന്നതിന് ശേഷം ഒരു FB പോസ്റ്റ് ഉണ്ടായിരുന്നു. SKSSFന്റെ കാരുടെ ലക്ഷ്യം SSF, SYS ഉമ്മിനി യൂണിറ്റിനെ അതിന്റെ അധപ്പതനം, അത് ഞങ്ങളുടെ SKSSFയുടെ ലക്ഷ്യം എന്ന് FB പോസ്റ്റും കൂടി ചേർത്താണ് തുടക്കം കുറിച്ചിരുന്നത്. അല്ലാതെ അതിൽ നമ്മുടെ യൂണിറ്റിൽ നിന്ന് SSF, SYS ആ യൂണിറ്റിൽ നിന്ന് ആരും തന്നെ പോയിട്ടില്ല. ആളുകളുടെ പാർട്ടി തോറ്റ പാർട്ടിയുടെ ആളുകളാണോ ഈ നിൽക്കുന്നത്, ആ ഫ്ലക്സിന് താഴെ നിൽക്കുന്നത്? അതെ, തോറ്റ പാർട്ടിയുടെ ആളുകൾ തന്നെ അതുവരെ രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുകയും റിസൾട്ട് വരലോടുകൂടി അത് SK ആയി രൂപം കൊള്ളുന്നു. ആ SK അവർക്ക് മതത്തോടുള്ള സ്നേഹം കൊണ്ടോ താല്പര്യം കൊണ്ടോ ലക്ഷ്യം തുറന്ന് FBയിൽ അടിച്ചിട്ടുണ്ട് അവര്. SSFന് അധപ്പതനം, SYSന്റെ അധപ്പതനം, അതാണ് SKക്കാരുടെ ലക്ഷ്യം എന്നും തുറന്നു വെച്ചിട്ടുണ്ട് FBയിൽ. ഇലക്ഷനിൽ പരാജയപ്പെട്ടതിലുള്ള ഒരു അമർഷം തീർക്കാൻ ചെയ്തതാണോ? അതെ അതെ അതെ. SYS ഉമ്മിണി യൂണിറ്റ് ജനറൽ സെക്രട്ടറി K. സുലൈമാനും സംഭവം നിഷേധിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം മിക്കയിടങ്ങളിലും ചേളാരി സമസ്തക്ക് കനത്ത തിരിച്ചടി നൽകിയതോടെ ഉമ്മിണിയിലെ ഫ്ലക്സ് ഫോട്ടോയും മറ്റു വ്യാജവാർത്തകളും വെച്ച് സോഷ്യൽ മീഡിയയിൽ കൊട്ടിക്കലാശം നടത്തുകയായിരുന്നു ചേളാരി വിഭാഗം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാർ കോഴ ആരോപണത്തിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് KM മാണി. ഭരണസ്തംഭനം കണ്ണൂർ വിമാനത്താവള നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചേക്കും. ബാർ കോഴ വിവാദം വിമാനത്താവള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി K. ബാബുവിലേക്കും. ആരോപണ വിധേയനായ മന്ത്രി K. ബാബുവിനെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് VS അച്യുതാനന്ദൻ. പ്രധാനമന്ത്രി ബ്രിട്ടനിലേക്ക്, മോദിക്കെതിരെ ബ്രിട്ടനിൽ ഇന്ത്യൻ വംശജരുടെ പ്രതിഷേധം. ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ പ്രഥമ ബിരുദദാന സമ്മേളനം നാളെ കോട്ടക്കലിൽ. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ SYS SSFൽ കൂട്ടരാജിയെന്ന് വ്യാജവാർത്ത ചമച്ച് ഉമ്മിണിയിലെ രാഷ്ട്രീയ പാർട്ടി. ആഷിഖുർ റസൂൽ ഷെയ്ഖുന കുണ്ടൂരുസ്താദ് ഉറൂസ് മുബാറക്ക് പന്തൽ കാൽനാട്ടൽ കർമ്മം നാളെ. തദ്ദേശ തിരഞ്ഞെടുപ്പ് ചേളാരി സ്ഥാനാർത്ഥികൾ ഒന്നടങ്കം പരാജയപ്പെട്ടതോടെ വ്യാജവാർത്തകളുടെ കൂമ്പാരവുമായി ചേളാരി പത്രം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.